ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ഉസൂലു സലാസയാണ്, 3 അടിസ്ഥാന തത്വങ്ങൾ. അത് ഖബറിലെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വിജ്ഞാനങ്ങളാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഈ പുസ്തകത്തിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ അൽ ഫൗസാൻ ഹഫിദഹുല്ലയുടെയാണ്. അപ്പോൾ കഴിഞ്ഞ ദർശനം നമ്മൾ അൽ ഇഹ്സാൻ എന്താണെന്ന് പഠിച്ചു. അത് അള്ളാഹുവിനെ ആരാധിക്കലാണ്. നമ്മൾ അവനെ കാണുന്നത് പോലെ. ഇനി നമുക്ക് അവനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അവന് നമ്മളെ കാണാൻ കഴിയും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് ഉറപ്പുള്ള വിജ്ഞാനം ഉണ്ടാകണം. നമ്മളെ അള്ളാഹു നമ്മളെവിടെയാണെങ്കിലും കാണുന്നുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. നമ്മളിപ്പോൾ ഒരു സാധാരണ മുസ്ലിമിനോട് ചോദിക്കുകയാണ്, അള്ളാഹു എവിടെയാണ്? അല്ലെങ്കിൽ ഇന്നത്തെ പ്രമുഖ സംഘടനകളായ ജമാഅത്തെ ഇസ്ലാമി, സമസ്ത, അതേപോലെ ദീനിൻ്റെ പരിശ്രമം എന്നും പറഞ്ഞ് നടക്കുന്ന തബ്ലീഗ് ജമാഅത്ത്, എന്തിന് തൗഹീദിൻ്റെ ആളുകൾ എന്നറിയപ്പെടുന്ന KNM, ഇവരോടൊക്കെ അള്ളാഹു എവിടെയും ചോദിച്ചാൽ അതിൽ അധിക പേരും തെറ്റായ മറുപടിയാണ് നൽകുക. സുബ്ഹാനല്ലാഹ്. അപ്പോൾ വിശ്വാസ കാര്യങ്ങൾ നമ്മളെ കേരളത്തിൽ ശരിക്കും പഠിപ്പിക്കുന്നില്ല എന്നാണ് അർത്ഥം. വിശ്വാസ കാര്യങ്ങളിൽ ഭിന്നത പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു പറഞ്ഞു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു. അള്ളാഹിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക, ഭിന്നിക്കരുത്. നിങ്ങൾ ആരും ഭിന്നിച്ചു പോകരുത്, ഐക്യമുണ്ടാകണം. അത് വിശ്വാസ കാര്യങ്ങളിലാണ്. അപ്പോൾ വിശ്വാസ കാര്യങ്ങളിൽ സഹാബാക്കൾ റളിയല്ലാഹു അൻഹുമെല്ലാം ഐക്യമാണ്. അവർക്ക് ഭിന്നവിശ്വാസങ്ങൾ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ പാടില്ലല്ലോ. അതോടെ ഇസ്ലാമിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടില്ലേ? ഓരോരാൾക്കും ഓരോ വിശ്വാസം എന്ന് പറയുമ്പോൾ ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഇത് ഗൗരവമായ വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ നമ്മൾ സഹാബത്തിന് ഭിന്നിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസമല്ല അത്, അള്ളാഹു പഠിപ്പിച്ചതല്ല. അപ്പം നമ്മൾ ഭിന്നതയിലാകും. അപ്പം നമുക്കതിൻ്റെയൊക്കെ മറുപടി ശരിക്കും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഖബറിൽ ഉത്തരം പറയാൻ സാധിക്കില്ല. ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. നിൻ്റെ റബ്ബ് ആരാണ്? അപ്പോൾ ഇതൊക്കെ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ചും അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇനി ഈ പുസ്തകം കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ അടുത്ത പുസ്തകം, ഈ പുസ്തകത്തിൽ ചിലപ്പോൾ എല്ലാ വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആഴത്തിൽ പഠിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇനി ഈ പുസ്തകത്തെ പഠിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ അർക്കാനുകളാണ്, അഥവാ സ്തംഭങ്ങൾ അല്ലെങ്കിൽ തൂണുകൾ. ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് മഅനാഹ വ ദലീലുഹ ഫഅർക്കാനുൽ ഇസ്ലാമി 5. ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമുസ്സലാ വ ഈതാഉസ് സക്കാ വ സൗമ റമളാന ഹജ്ജു ബൈത്തില്ലാഹിൽ ഹറാം. ഷഹാദത്താണ് ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹുമില്ല. മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ്. അതിൻ്റെ അർത്ഥവും തെളിവുകളും. ഇസ്ലാമിൻ്റെ അർക്കാനുകൾ 5 തൂണുകൾ, സ്തംഭങ്ങൾ 5. 1 ഷഹാദത്താണ്. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹുമില്ല. മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ്. രണ്ടാമത്തെ സ്തംഭം
നിസ്കാരം സ്ഥാപിക്കുക. മൂന്നാമത്തത് സക്കാത്ത് കൊടുക്കുക. നാലാമത്തത് റമദാനിൽ നോമ്പ് നോക്കുക. അഞ്ചാമത്തത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തിലേക്ക് ഹജ്ജ് നിർവഹിക്കാൻ പോവുക. ഇതിൻ്റെ വിശദീകരണം: അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സ്ഥാപിക്കപ്പെടുകയില്ല ഈ തൂണുകളിലൂടെ അല്ലാതെ. അവ നഷ്ടപ്പെട്ടു പോയാൽ ഇസ്ലാം സ്ഥാപിക്കപ്പെടുകയില്ല. അപ്പോൾ മറ്റു അനുസരണയുടെ കർമ്മങ്ങൾ അതൊക്കെ ഈ തൂണുകളുടെ ശാഖകളാണ്. എല്ലാ അനുസരണത്തിൻ്റെ കർമ്മങ്ങളും എല്ലാ നല്ല കർമ്മങ്ങളും ഈ സ്തംഭങ്ങളുടെ ശാഖകളാണ്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരീ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്ലാമു അൻ തഷ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ തുഖീമസ് സ്വലാത്ത വ തൂതി സക്കാത്ത വ തസൂമ റമദാന വ തഹജ്ജൽ ബൈത ഇൻ ഇസ്താത ഇലൈഹി സബീല. അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഷഹാദത്താണ്. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ വേറെ ഒരു ഇലാഹുമില്ല. മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ്. നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, റമദാനിൽ നോമ്പ് നോക്കുക, അള്ളാഹുവിൻ്റെ ഹജ്ജ് നിർവഹിക്കാൻ വീട്ടിലേക്ക് പോവുക, അതിന് സാധിക്കുമെങ്കിൽ. അപ്പോൾ അൽ ഇസ്ലാം എന്ന് പറഞ്ഞ 5 സ്തംഭങ്ങളാണ്. എന്നാൽ ഹദീസ് ഇബ്നു ഉമറിൻ്റെ ഹദീസിൽ റളിയല്ലാഹു അൻഹും ഈ 5 വ്യക്തമാക്കുന്നുണ്ട്. അത് അൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. അൽ ഇസ്ലാം 5 തൂണുകളിലാണ് ഉണ്ടാക്കപ്പെട്ടത്. അതിനർത്ഥം ഈ 5 അഞ്ചിലെല്ലാമല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ 5 എന്നാൽ അതിൻ്റെ തൂണുകളാണ്, അതിന്മേലാണ് അതിൻ്റെ അടിത്തറ നിൽക്കുന്നത്. മറ്റു ശാഖാപരമായ നിയമങ്ങളും ഈ തൂണുകളിൽ ബാക്കിയുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.